എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിന് പുറമെ പല വിദ്യാർത്ഥികളും കൂടുതലായി ചോദിക്കുന്നൊരു സംശയമാണ്, എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെ കണക്കാക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് സംശയമാണ്, എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡയറക്റ്റായിട്ട് ഗൂഗിളിലോ ക്രോമിലോ കയറിയിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്തോളുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ പ്രവേശിച്ചതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ പേജിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഈ പരീക്ഷാ ഭവൻ്റെ പേജിലേക്ക് പോകുമ്പം അവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. എക്സാമിനേഷൻ റിസൾട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഫസ്റ്റ് ലിങ്ക്, അതായത് FIUGP ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷർ, FIUGP ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷർ എന്നൊരു ഫസ്റ്റ് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കാര്യമാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്യുക. ശേഷം അതിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലേക്ക് പോകാം. അവിടെ നിങ്ങൾ പരീക്ഷാ ഭവൻ എന്ന സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഫസ്റ്റ് കാണുന്ന ലിങ്കാണ് നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കണക്കാക്കുക, എങ്ങനെയാണ് എഴുതിയെടുത്ത മാർക്ക്, എങ്ങനെയാണ് സി മാർക്ക്, ഇൻറ്റേർണൽ മാർക്ക് കിട്ടിയെന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പേപ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അല്ല, ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ FIUGP ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ടിൻ്റെ പേപ്പറാണ്. ഇത് വെച്ചാണ് നമ്മൾ താരതമ്യം ചെയ്യാൻ വന്നത്. ഈ കുട്ടി എടുത്തത് 6 BA എക്കണോമിക്സ് ആണ്, 6 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഒന്നാമത്തെ സബ്ജക്റ്റ് നോക്കുമ്പോൾ എന്താണ്, എവരിഡേ ഇംഗ്ലീഷ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. എവരിഡേ ഇംഗ്ലീഷ് ഇതിൽ ഈ വിദ്യാർത്ഥിയുടെ ഈ CCA എന്നുള്ള മാർക്കാണ് ആ വിദ്യാർത്ഥിക്ക് CE മാർക്കായി ലഭിക്കുന്നത്. അതിൽ 15 മാർക്ക് എന്ത് ചെയ്യാം, അധ്യാപകന് CE മാർക്കായി നൽകാം. 35 മാർക്ക് അതിൽ ESC കണ്ടോ, അതാണ് കുട്ടി എന്ത് ചെയ്യേണ്ടത്, എഴുതിയെടുക്കേണ്ട മാർക്ക്. ടോട്ടൽ അങ്ങനെ 75 മാർക്കാണ് ടോട്ടൽ ആ കുട്ടിക്ക് കിട്ടേണ്ടത്. ഇതിൽ ആ കുട്ടിക്ക് CE മാർക്ക് 7ഉം എഴുതിയെടുക്കേണ്ട മാർക്ക് ആ കുട്ടി 2 എടുത്തിട്ടുള്ളൂ, അപ്പം ഫെയിലാണ്. അപ്പോൾ ടോട്ടൽ 24 മാർക്കേ ആ കുട്ടിക്കുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ സ്റ്റാറ്റസ് ഫെയിലാണ്, ആ ഒരു വിഷയത്തിന് ഫെയിലാണ്. അടുത്ത വിഷയം നമ്മൾ നോക്കുമ്പോൾ ഭാഷാ സാഹിത്യ പരിചയം മലയാളം, അത് പറഞ്ഞ പോലെ 15 മാർക്ക് CE കൊടുക്കാം. 35 മാർക്ക് എഴുതിയിട്ടുണ്ട്, 14 മാർക്ക് CE കിട്ടി, 23 മാർക്ക് കുട്ടി എഴുതിയത്. ടോട്ടൽ 75 മാർക്കിൽ 60 കുട്ടിക്കുണ്ട്. സ്റ്റാറ്റസ് എന്നത് പാസ്സാണ്. എന്നിങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും, ഈ അടിയിലേക്ക് പോകുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് അങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ CCA, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ CCA എന്ന് കാണുന്നത് അധ്യാപകൻ തരുന്ന മാർക്കും, ESC എന്നുള്ളത് CC എന്നുള്ളത് അധ്യാപകൻ തരുന്ന മാർക്കും, ESC എന്നുള്ളത് നമ്മൾ എഴുതിയെടുക്കുന്ന മാർക്കുമാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ്, എത്ര ക്രെഡിറ്റ് ആണുള്ളതെന്ന്. ക്രെഡിറ്റ് മാക്സിമം 21ആണ്. നിങ്ങളത് ഒരു വിഷയത്തിന് ജസ്റ്റ് പാസ് ആയാലും ഒരു വിഷയത്തിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങൾക്ക് ക്രെഡിറ്റ് സെയിം ആണ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് 18 ക്രെഡിറ്റ് ആണുള്ളത്, 21ആണ് കിട്ടേണ്ടത്. അത് ആ വിദ്യാർത്ഥി ഈ ഇംഗ്ലീഷ് എന്നൊരു പേപ്പറിൽ ഫെയിൽ ആയതുകൊണ്ടാണ് 18 ആയിപ്പോയത്, അല്ലെങ്കിൽ 21 ആ വിദ്യാർത്ഥിക്ക് കിട്ടിയേനെ. ടോട്ടൽ 21 ക്രെഡിറ്റ് ആണ് ഒരു വിദ്യാർത്ഥി, ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ പാസ്സാകുന്നൊരു വിദ്യാർത്ഥിക്ക് 21 ക്രെഡിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി പല വിദ്യാർത്ഥികളും ചെയ്യുന്ന മറ്റു സംശയമാണ്, എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കണക്കാക്കുക. എല്ലാ വിഷയത്തിനും ജയിച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പേഴ്സൻറ്റേജ് ഇവിടെ കാണും. ഇപ്പം ഞാനിവിടെ കണ്ടല്ലോ, ഇവിടെ SGPA, ഞാൻ വട്ടം വരച്ച് നിങ്ങൾ കണ്ടില്ലേ, SGPA എന്നൊരു വട്ടം വരച്ച് നിങ്ങൾ കണ്ടോ, ഈ SGPA ആണ്, അവിടെയാണ് നിങ്ങളുടെ പേഴ്സൻറ്റേജ് കാണുന്നത്. ഈ കുട്ടി ഇപ്പോൾ ഒരു വിഷയത്തിന് ഫെയിൽ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, ആ കുട്ടിയുടെ പേഴ്സൻറ്റേജ് അവിടെ കാണാത്തത്. എല്ലാ വിഷയത്തിനും ജയിച്ച വിദ്യാർത്ഥികളുടെ പേഴ്സൻറ്റേജ് ഓട്ടോമാറ്റിക്കലി അവിടെ കാണും. ഏതാണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തന്നെ PDF ആണിത്. ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ PDF ആണ്. മാർക്ക് ഷീറ്റാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്. എന്നാൽ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല മാർക്ക് ഷീറ്റ്.
അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെച്ച് താരതമ്യം. ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അല്ലേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.